നെയ്യുള്ള നല്ല മുഴുത്ത ചാള കിട്ടിയിട്ടുണ്ടേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല അടിപൊളി നെയ്യൊക്കെ ഉള്ള മുഴുത്ത മത്തി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മത്തിയുടെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ മത്തിയുടെ ഈ സൈഡ് ഒന്ന് വെട്ടിക്കൊടുക്കാം. അതിന് ശേഷം തല ഇവിടെ വെട്ടിയത് ഇങ്ങനെ കൂട്ടി നമുക്കത് ഈ വയറിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങ് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറേ നെയ്യ് കാണാൻ പറ്റും കേട്ടോ. നെയ്യല്ലേ അമ്മ? നെയ്യ് കണ്ടോ? ഓ അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കളയാം. നമ്മുടെ പൂച്ച മീൻ മേടിച്ചപ്പോൾ തൊട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ കുടലൊക്കെ കിട്ടുന്നതും കാത്തിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒക്കെ നമുക്ക് കൊടുക്കാവേ. അപ്പോൾ ഈ വെളുത്ത സാധനമാണ് നെയ്യ്. ഇത് നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ പോവാണ്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ നെയ്യ് ആദ്യം ഇട്ട് ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ കുറച്ചൊഴിച്ചാൽ മതി. ഈ നെയ്യ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ മീനൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ നേരത്തെ തന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മത്തി വെട്ടുന്ന വീഡിയോ ഇടാവുമെന്ന്. കളിയാക്കിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നെനിക്ക് കിട്ടിയത് മത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടിങ് വീഡിയോ ഇട്ടെന്നേ ഉള്ളേ. കടൽ മത്സ്യങ്ങളിൽ ഏറ്റവും നല്ല ഗുണമുള്ള ഒന്നാണ് മത്തി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ. മത്തിയുടെ എണ്ണ അഥവാ നെയ്യ് ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. അതിലൂടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഹൃദയാഘാതം ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശം കൊളസ്ട്രോൾ ആയിട്ടുള്ള ട്രൈഗ്ലിസൈഡ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഒക്കെ മത്തി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് മത്തി കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. ശരീര വളർച്ചയ്ക്കും പേശികൾക്കും ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ മത്തിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ ഡിയുടെയും ഉറവിടമാണ്. മത്തി കഴിക്കുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഗുണമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? വിറ്റാമിൻ B12, ഡി, സെലീനിയം തുടങ്ങിയ ഘടകങ്ങൾ ചർമ്മത്തിനും മുടിക്കും ആരോഗ്യം നൽകുന്നു. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും മത്തി കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ എന്താ ഇത്തിരി അധികം മത്തി കഴിക്കാൻ നിങ്ങൾക്ക് തോന്നില്ലേ? മത്തിയുടെ വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഇനിയും നമ്മുടെ ചാനലിലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു അയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒന്നല്ല 2-3 അയിലയുണ്ട്. അപ്പോൾ അയില ഇനി ഒന്ന് വെട്ടാം. അയിലയുടെ ഇവിടെ സൈഡ് കെട്ടി. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ഇപ്പോൾ മത്തിക്ക് നല്ല നെയ്യുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല മുഴുത്ത മത്തി തന്നെ കിട്ടി. നമുക്ക് വെട്ടുമ്പം തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഈ മത്തി ഇരുമ്പമ്പുളി ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒത്തിരി ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുമ്പമ്പുളി ഇട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, കാരണം വേറൊരു ഡിഷും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരും. ടാറ്റാ.